Third semester BSc degree examination November 2021 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സാമ്പിളിംഗ് തിയറി അതിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ആദ്യത്തെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. അതിലത്തെ ഫസ്റ്റ് പാർട്ട് ഷോ ദാറ്റ് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് ഓഫ് എക്സ് ഫോളോയിങ് n mu sigma square are zeros. Second question, prove that the mean deviation about mean of x following n mu sigma square is root of 2 by pi. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് ഷോ ദാറ്റ് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് ഓഫ് എക്സ് ഫോളോയിങ് n mu sigma square are zeros. അപ്പം നമുക്ക് തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിളാണ്. എൻ മ്യൂ സിഗ്മ സ്ക്വയർ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നെടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, മ്യൂ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ മൂമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓഡ് ഓർഡർ സെൻട്രൽ മൂമെൻറ്റ്സ്. ഓഡ് ഓർഡർ സെൻട്രൽ മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ μ1, μ3, μ5, μ7 എക്സെട്ര. അങ്ങനെ ഓഡ് സെൻട്രൽ മൂമെൻറ്റുകളെല്ലാം 0 ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഓഡ് നമ്പേഴ്സിനെ 2r+1 എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഓഡ് സെൻട്രൽ മൂമെൻറ്റിനെ ഞാൻ ജനറലായിട്ട് μr+1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആറിന് 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുത്താൽ ആറിന് 0 കൊടുത്താൽ μ1 കിട്ടും, ആറിന് 1 കൊടുത്താൽ 2 × 1+1 μ3 കിട്ടും, ആറിന് 2 കൊടുത്താൽ μ5 കിട്ടും. അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഓഡ് സെൻട്രൽ മൊമെൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് μ2r+1 = 0 എന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് μ2r+1 എഴുതാൻ നോക്കാം. അപ്പോൾ μ2r+1 is 2r+1th central moment. That can be written as expectation of x minus expectation of x whole raised to 2r+1. Okay, that is equal to expectation of x minus നമ്മുടെ റാൻഡം വേരിയബിൾ നോർമൽ ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു മ്യൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ റേസ് ടു 2r+1 എന്ന് പറയും. That is integral over x minus mu raised to 2r+1 f of x dx. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സിൻ്റെ റേഞ്ച്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ -∞ to +∞. Then we have x minus mu whole raised to an odd number, that is 2r+1. Then f of x is 1 by sigma root of 2 pi e raised to minus of x minus mu the whole square divided by 2 sigma square dx. ഇങ്ങനെയാണ് μ2r+1 നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ നോക്കുമ്പം ഇവിടെ 1 by sigma root of 2 pi എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അത് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നത് എക്സ് മൈനസ് മ്യൂവിൻ്റെ പവറിൽ 2r+1 ഇവിടെ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ആൻ ഓഡ് നമ്പർ. പിന്നെ ഇവിടെ ഇ റേസ് ടു എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയറാണ് വന്നിരിക്കുന്നത് അല്ലെ, ഡി എക്സ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഇസ് ആൻ ഓഡ് ഫങ്ഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ. എക്സ് മൈനസ് മ്യൂവിൻ്റെ ഒരു ഓഡ് ഫങ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇൻ്റഗ്രൽ, അതായത് കംപ്ലീറ്റ് റേഞ്ച് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ഇൻ്റഗ്രൽ ഓഫ് ആൻ ഓഡ് ഫങ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, μ2r+1 വിൽ ബി ഈക്വൽ ടു 0 ഫോർ r is equal to 0, 1, 2, 3 എക്സെട്ര. അതുകൊണ്ട് തന്നെ ഓൾ ഓഡ് ഓർഡർ സെൻട്രൽ മൂമെൻറ്റ്സ് സീറോസ് ആവും എന്ന് നമുക്കിവിടുന്ന് പറയാം. അടുത്ത സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിൽ prove that the mean deviation about mean of x following n mu sigma square is root of 2 by pi. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് നമുക്ക് കാണേണ്ടത്. വാട്ട് ഇസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ? ഫോർ എ റാൻഡം വേരിയബിൾ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡുലസ് ഓഫ് x minus mean.
മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരിക്കും, which is equal to expectation of modulus of x minus mu in the case of normal distribution, which is equal to modulus of x minus mu ൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ എക്സ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറയുമ്പോൾ നോർമലിൻ്റെ കംപ്ലീറ്റ് റേഞ്ചാണ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ എഫ് ഓഫ് എക്സ് ഇസ് 1/sigma root of 2 pi e raised to minus of x minus mu the whole square by 2 sigma square dx, which is equal to ഇതിന് 1/sigma root of 2 pi എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. 1/sigma root of 2 pi പുറത്ത് വെച്ചു. then we have e raised integral minus infinity to plus infinity modulus of x minus mu ഉണ്ടാവും, പിന്നെ e raised to minus of x minus mu the whole square by 2 sigma square dx എന്നും ഉണ്ടാവും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അവിടെ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്കാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പുട്ട് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു സെഡ്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മേനെ ഞാൻ സെഡ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എക്സ് മൈനസ് മ്യൂ, ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സെഡ്, ഓർ വാട്ട് ഈസ് എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ പ്ലസ് സിഗ്മ സെഡ്. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. നമുക്കിനി ഇവിടെ ആവശ്യം ഡി എക്സ് കൂടി ആവശ്യമുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് 0, പിന്നെ സിഗ്മ ഡി സെഡ്. അപ്പോൾ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിനി എന്താ എഴുതാൻ പോകുന്നത്, സിഗ്മ ഡി സെഡ് എന്നാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഇനി എക്സിൻ്റെ റേഞ്ച് കൂടി നമുക്ക് നോക്കാം. എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ സെഡ് എന്തായിരിക്കും, മൈനസ് ഇൻഫിനിറ്റി മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. വെൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സെഡ് വിൽ ബി ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് മ്യൂ ബൈ സിഗ്മ, ആൻഡ് ദ ആൻസർ വിൽ ബി പ്ലസ് ഇൻഫിനിറ്റി. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സെഡ് ആയിട്ട് മാറ്റി എഴുതുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു സെഡ് എന്നാണ്. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ വരുന്നത് നോക്കാം. ഫോർ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ദറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പുറത്ത് വെച്ച കോൺസ്റ്റൻ്റ് ഉണ്ട് 1/sigma root of 2 pi ഇൻ്റഗ്രൽ, റേഞ്ചിന് വ്യത്യാസമില്ല, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ആണുള്ളത്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂവിൻ്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം, സിഗ്മ സെഡ് എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതിയിരിക്കുന്നു, മോഡുലസ് ഓഫ് സിഗ്മ സെഡ് എന്ന് എഴുതി. പിന്നെ എനിക്കിവിടെ ഉള്ളത് ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ സെഡാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്നുള്ളതിനെ, അതായത് ഇതിൻ്റെ സ്ക്വയറിനെ എനിക്ക് സെഡ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 കൂടിയിട്ട്, അപ്പം ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് സെഡ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ ഇയുടെ പവറിൽ വരുന്ന ആളെ ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഡി എക്സ് ആണ്. ഡി എക്സിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം, സിഗ്മ ഡി സെഡ് എന്ന് എഴുതാം. ഞാൻ എഴുതുന്നു സിഗ്മ ഡി സെഡ്, ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/sigma root of 2 pi. ഇനി നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ നോക്കാം. ഇവിടെ ഒരു മോഡുലസ് ആണ് വന്നിരിക്കുന്നത്.
അല്ലേ. ആൻഡ് ഇവിടെ എന്താണ്, ഇയുടെ പവറിൽ മൈനസ് സെഡ് സ്ക്വയർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ളൊരു ഫംഗ്ഷൻ സെഡിൻ്റെ ഈവൺ ഫംഗ്ഷനാണ്. ഈവൺ ഫംഗ്ഷൻ ഓഫ് സെഡ് ആണ് ഇൻ ദ കംപ്ലീറ്റ് റേഞ്ച് -∞ ടു +∞. ഇപ്പോൾ ഒരു ഈവൺ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രൽ ആയിട്ടുള്ള -∞ ടു +∞ നമുക്ക് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ. ആൻഡ് ഈ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഞ്ചിൻ്റെ ഉള്ളിൽ, അതായത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മോഡുലസ് ഓഫ് സിഗ്മ സെഡിനെ, ഏതൊരു നമ്പറിൻ്റെ മോഡുലസ് എടുത്താലും പോസിറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് എടുത്താൽ അതേ നമ്പർ തന്നെയാണ് വരും. അപ്പോൾ മോഡുലസ് ഓഫ് സിഗ്മ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്മ സെഡ് എന്ന് കൂടി എഴുതും. ആ മാറ്റമാണ് ഞാൻ വരുത്തുന്നത്. ഇവിടെ ഞാൻ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതുന്നു. അപ്പോൾ 0 ടു ഇൻഫിനിറ്റിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമുള്ളപ്പോൾ മോഡുലസ് ഓഫ് സിഗ്മ സെഡ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ സെഡ്. എല്ലാം പോസിറ്റീവ് തന്നെയായിരിക്കും. ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 സിഗ്മ ഡി സെഡ്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ 2 ഉണ്ട് ബൈ സിഗ്മ റൂട്ട് ഓഫ് 2π ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പം ഇവിടെ ഒരു സിഗ്മയുണ്ട്, ഇവിടെ ഒരു സിഗ്മയുണ്ട്. അപ്പോൾ ഞാൻ സിഗ്മ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സെഡ് ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു സിഗ്മയും ക്യാൻസൽ ആയത് പോവും. അപ്പോൾ നമുക്ക് ഒരു സിഗ്മ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ 2 ഉണ്ട്, ഇതിനുള്ളൊരു റൂട്ട് 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു റൂട്ട് 2 ഉണ്ട് താഴെ. അപ്പം റൂട്ട് ഓഫ് പൈ മാത്രമാണ് ബാക്കി ഉണ്ടാവും. ആൻഡ് ദ ഇൻ്റഗ്രൽ ഇസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സെഡ് ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെഡ് സ്ക്വയർ ബൈ 2നെ. അപ്പം ഞാൻ സെഡ് സ്ക്വയർ ബൈ 2നെ ഞാൻ യു എന്ന് വിളിക്കുന്നു. സെഡ് സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു യു. ഓർ സെഡ് സ്ക്വയർ എന്ന് വന്നാൽ ഞാൻ എന്ത് പറയുന്നു, 2u എന്ന് പറയുന്നു. ഓർ സെഡിനെ, സെഡാണ് വന്നതെങ്കിൽ എനിക്ക് റൂട്ട് ഓഫ് 2u എന്ന് വിളിക്കും. ഓക്കെ. ഇനി നമ്മൾ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2u. അപ്പോൾ ഡി സെഡ് വന്നാൽ ഞാൻ എങ്ങനെ എഴുതും? അപ്പോൾ ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ 2z ഡി സെഡ് ഇസ് ഈക്വൽ ടു 2du എന്ന് നമുക്ക് എഴുതാം. ഈ 2ഉം ക്യാൻസലായിപ്പോയി. സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു du. അപ്പോൾ വാട്ട് ഇസ് ഡി സെഡ്? ഡി സെഡ് ഇസ് ഈക്വൽ ടു du ഡിവൈഡഡ് ബൈ സെഡ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെഡിനെ ഒഴിവാക്കി ഞാൻ യു എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേംസിൽ എഴുതുകയാണ്. ഓർ ദെർഫോർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് du ഡിവൈഡഡ് ബൈ സെഡിനെ എനിക്ക് എങ്ങനെ എഴുതാം? സെഡ് ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് 2u. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു. അപ്പോൾ du ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2u എന്ന് എഴുതുന്നു. അപ്പം ഇനി നമുക്കതിൻ്റെ റേഞ്ച് നോക്കാം. അപ്പോൾ സെഡിൻ്റെ റേഞ്ച് എന്താണ്? 0 ടു ഇൻഫിനിറ്റി ആണ്. വെൻ സെഡ് ഇസ് ഈക്വൽ ടു 0, വാട്ട് ഈസ് യു? യു ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ 0 സ്ക്വയർ ബൈ 2, യു വിൽ ബി ഈക്വൽ ടു 0. സിമിലർലി വെൻ സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, യു ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി സ്ക്വയർ, ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പം റേഞ്ചിന് ഇവിടെ വ്യത്യാസമില്ല. സെഡ് 0 ടു ഇൻഫിനിറ്റി റേഞ്ച് എടുക്കുമ്പോൾ യുവും എന്ത് ചെയ്യണു? 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ മാറ്റി എഴുതാം നോക്കാം. Therefore, we have mean deviation. Mean deviation is equal to, നമ്മൾ പുറത്ത് ഏതൊക്കെ ഉണ്ട് നോക്കാം. പുറത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് റൂട്ട് ഓഫ് 2 ബൈ റൂട്ട് ഓഫ് പൈ. അപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ സിഗ്മ പുറത്തുണ്ട്. റൂട്ട് ഓഫ് 2 ബൈ പൈ സിഗ്മ പുറത്തുണ്ട്. പിന്നെ നമുക്കുള്ളത് then we have integral 0 to infinity ഉണ്ട്. then നമുക്കുള്ളത് സെഡ് ആണ്. സെഡിൻ്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം? റൂട്ട് ഓഫ് 2u എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് 2u. പിന്നെ ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ആണ്. ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് യു.
Then we have dz. dz is du divided by root of 2u. ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റൂട്ട് ഓഫ് 2ഉം റൂട്ട് ഓഫ് 2uവും ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ബാക്കി വരാൻ പോകുന്നത് റൂട്ട് ഓഫ് 2/π സിഗ്മ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു -u du എന്നാണ്. ഇനി നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π സിഗ്മ e റേസ് ടു -uനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e റേസ് ടു -u divided by -1 between limits 0 and infinity. That is equal to root of 2/π sigma into e raised to -u ന് ലിമിറ്റ്സ് കൊടുക്കുകയാണ്. യുവിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ആദ്യം e raised to u in infinity കൊടുക്കുന്നു. അപ്പോൾ e raised to -infinity minus e raised to 0 divided by -1 എന്ന് വരും. That is equal to root of 2/π sigma e raised to -infinity 0 -1 divided by -1. -1 by -1 is 1, or this is equal to root of 2/π sigma. The mean deviation about mean of normal distribution is root of 2/π sigma കൂടിയുണ്ട് by sigma. അടുത്ത question. Define chi-square distribution. Obtain the MGF of x following chi-square n. And second question, state and prove the additive property of chi-square distribution. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Define chi-square distribution. Let chi-square be a continuous random variable assuming values in the range 0 to infinity. And if PDF of chi-square is given by f of chi-square is equal to half raised to n by 2 by gamma n by 2 chi-square raised to n by 2 minus 1 e raised to minus chi-square by 2 comma chi-square greater than 0, then chi-square is said to follow a chi-square distribution with n degrees of freedom. ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം chi-square follows chi-square n എന്ന് നമുക്ക് എഴുതാം. ഇതാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ PDF, ഇതാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അതിൻ്റെ MGF ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒബ്റ്റെയിൻ ദ MGF ഓഫ് chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതെങ്ങനെയാണ് കാണാൻ നോക്കാം. ഇപ്പോൾ MGF നമ്മൾ mx ഓഫ് t ആണെങ്കിൽ നമ്മൾ MGFനെ എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു ടി എക്സ് എന്ന് എഴുതും, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് e റേസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിളിനെ നമ്മൾ chi-square ആയിട്ടാണ് എടുക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് m chi-square ഓഫ് ടി എന്നാണ് ഞാൻ എഴുതുന്നത്. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു ടി chi-square, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ chi-square e റേസ് ടു ടി chi-square എഫ് ഓഫ് chi-square ഡി chi-square. അതായത് എക്സ് വന്ന സ്ഥാനത്തെല്ലാം ഞാൻ chi-square വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ chi-square. chi-squareൻ്റെ റേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്. e റേസ് ടു ടി chi-square. എഫ് ഓഫ് chi-square എന്ന് പറഞ്ഞാൽ ഹാഫ് റേസ് ടു n by 2 ബൈ ഗാമ n by 2 chi-square raised to n by 2 minus 1 e raised to minus chi-square by 2 d chi-square. ഇതാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ MGF കാണാനുള്ള രീതി. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഹാഫ് റേസ് ടു n by 2 ബൈ ഗാമ n by 2നെ ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ടേംസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒരു chi-square റേസ് ടു n by 2 മൈനസ് 1 എന്നുള്ള ടേം ഉണ്ട്. പിന്നെ e റേസ് ടു എന്ന് പറഞ്ഞ പവർ വരുന്ന e റേസ് ടുവിൻ്റെ പവർ വരുന്ന രണ്ട് ടേം ഉണ്ട്. e റേസ് ടു ടി chi-squareഉം e റേസ് ടു മൈനസ് chi-square by 2. ആ രണ്ട് ടേമുകൾ നമുക്ക് കമ്പൈൻ ചെയ്യാം. ആദ്യം അപ്പോൾ ഞാൻ chi-square റേസ് ടു
n/2 -1 എന്ന് പറഞ്ഞ ടേമിനെ എഴുതുന്നു. പിന്നെ ഇയുടെ പവറിൽ വരുന്ന രണ്ട് ടേമുകളാണ് e⁻t²ഉം -chi²/2. ഈ രണ്ട് ടേമുകളെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എഴുതി d⁻². ഇങ്ങനെയാണ് എഴുതുന്നത്. or this can be written as our constant term ½n/2 by gamma n/2 integral 0 to infinity chi² raised to n/2 -1 e⁻, ഞാൻ ഇവിടുന്ന് 1/2 -1/2നെ പുറത്തേക്ക് എടുക്കുകയാണ്. e⁻1/2നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. 1/2നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ -1/2 എന്നുള്ള chi² എന്നുള്ളവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 1 വരും അല്ലേ? ഇവിടെ ഒരു 1 വരും. മൈനസ് ഇവിടെ t² ആണുള്ളത്. ഞാൻ 1/2നെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇത് 1 - 2t എന്നാണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് d⁻². ഇങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നു. 1 - 2t ഒരു chi² കൂടിയുണ്ട്, പുറത്തേക്ക് ഞാൻ എടുക്കും. അപ്പോൾ -1/2 1 - 2t chi² എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഒരു ഗാമ ഫംഗ്ഷൻ്റെ ഫോമിലാണ്. അപ്പോൾ ഗാമ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഇൻ്റഗ്രൽ ഇസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 0 to infinity x⁻p -1. ഇവിടെ x ആണ് വേരിയബിൾ, നമ്മുടെ റാൻഡം വേരിയബിൾ. x⁻p -1 e⁻−mx dx എന്ന രൂപത്തിലാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഗാമ p ബൈ m⁻p എന്ന് നമുക്ക് എഴുതാം അല്ലേ? അതേപോലെ നോക്കുമ്പം നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് chi² ആണ്. chi² raised to n/2 -1 ആണ്. അതായത് പിയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഏതാണ്? n/2 ആണ്. ആൻഡ് e⁻−mx ആണ്. അതായത് e⁻−m ഇൻറ്റു അവർ വേരിയബിൾ. അപ്പോൾ നമ്മൾ വേരിയബിൾ chi² ആണ്. ആൻഡ് മൈനസിന് ശേഷം എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ്? എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒരു ഹാഫും ഉണ്ട്, 1 - 2t അല്ലെങ്കിൽ 1 - 2t ഡിവൈഡഡ് ബൈ 2. ഇതാണ് എമ്മിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പറയുന്നത് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഗാമ ഫംഗ്ഷനാണ്. ഗാമ ഫംഗ്ഷനിൽ p വിൽ ബി ഈക്വൽ ടു n/2 ആൻഡ് m വിൽ ബി ഈക്വൽ ടു 1 - 2t/2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ p that is gamma n/2 divided by m⁻p 1 - 2t/2 whole raised to n/2 എന്ന് എഴുതാം. അപ്പം this can be written as m chi² of t can be written as, ആദ്യം ഞാൻ കോൺസ്റ്റൻ്റ് എഴുതുന്നു, ½ n/2 by gamma n/2 എന്ന് എഴുതുന്നു. ആൻഡ് ഇൻ്റഗ്രൽ ഗാമ p എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് n/2 ആണ്, ഡിവൈഡഡ് ബൈ m⁻p. m എന്ന് പറഞ്ഞാൽ 1 - 2t/2 ഹോൾ റേസ്ഡ് ടു p വിച്ച് ഈസ് n/2. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇത് നോക്കുമ്പം ഇവിടെ ഒരു ഗാമ n/2 ഗാമ n/2 ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഗാമ n/2 ഗാമ n/2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നമുക്കുള്ളത് ഒരു ½ n/2 ഇവിടെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1 - 2t/2 ഹോൾ റേസ്ഡ് ടു n/2. അങ്ങനെ നമുക്ക് എഴുതാം. ½ n/2 ഉണ്ട് ഇവിടെ. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു 1 - 2t ഹോൾ റേസ്ഡ് ടു n/2 ഉണ്ട്. പിന്നെ ഈ ½ n/2 ½ n/2 അത് ഞാൻ രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് ആക്കി എഴുതി. സോ ദാറ്റ് ഈ ½ n/2ഉം ½ n/2ഉം ക്യാൻസൽ ആയിപ്പോവും. സോ വി ഹാവ് 1 divided by 1 - 2t whole raised to n/2. ഇതാണ് MGF. or this can be also be written as 1 - 2t whole raised to -n/2. ഇതാണ് നമ്മുടെ chi² ഡിസ്ട്രിബ്യൂഷൻ്റെ MGF. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് chi² ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് chi² ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ chi² എന്ന് പറയുന്നത്
ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അയാളുടെ എം ജി എഫ് എം കൈ സ്ക്വയർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2t ഹോൾ റേസ് ടു മൈനസ് n/2 ആണ് അല്ലേ. ഇത് വെച്ചിട്ടാണ് കൈ സ്ക്വയറിൻ്റെ ഏതിൻ്റെയും എഡിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ എം ജി എഫ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാം, എന്നിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് നമ്മളടുത്ത് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഉണ്ട് വയ്ക്കുക. ലെറ്റ് chi1 square follows a chi-square distribution with n1 degrees of freedom, and chi2 square follows a chi-square distribution with n2 degrees of freedom. And if chi1 square and chi2 square are independent, ഇവർ ഇൻഡിപെൻഡൻ്റ് ആവണം, അപ്പോൾ മാത്രമാണ് എഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. And if chi1 square and chi2 square are independent, then chi1 square plus chi2 square ഇവരുടെ sum also follows a chi-square distribution with n1 plus n2 degrees of freedom. ഇതാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ എഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എം ജി എഫ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത് പ്രൂഫാണ്. chi1 സ്ക്വയർ ഫോളോ ചെയ്യുന്നത് ഒരു chi-square ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ എം ജി എഫ് എം chi1 സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് 1 മൈനസ് 2t ഹോൾ റേസ് ടു ഈ ഫോമിൽ മൈനസ് n1/2 എന്ന രൂപത്തിലായിരിക്കും. സിമിലർലി chi2 square follows a chi-square distribution with n2 degrees of freedom. What is m chi2 square of t? That will be equal to 1 minus 2t whole raised to minus n2/2. അതായത് chi1 സ്ക്വയറിൻ്റെയും chi2 സ്ക്വയറിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എം ജി എഫ് നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ എം ജി എഫ് ഞാൻ നോക്കുകയാണ്. m chi1 square plus chi2 square of t. The chi1 square and chi2 square are independent. Therefore, ഇവരുടെ സമ്മിൻ്റെ എം ജി എഫ് നമുക്ക് എങ്ങനെ എഴുതാം, m chi1 square of t ഇൻറ്റു m chi2 square of t എന്ന് നമുക്ക് എഴുതാം, which is equal to ഇത് സെപ്പറേറ്റ് നമുക്കറിയാം 1 minus 2t whole raised to minus n1/2 ഇൻറ്റു 1 minus 2t ഹോൾ റേസ് ടു മൈനസ് n2/2 എന്ന് എഴുതാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസുകൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പവേഴ്സിനെ ആഡ് ചെയ്യും. ഓർ 1 minus 2t ഹോൾ റേസ് ടു മൈനസ് ഓഫ് n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ 2. ഇതാണ് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയറിൻ്റെ എം ജി എഫ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫിൻ്റെ അതേ പാറ്റേണിലാണ് ഇത് വരുന്നത്. ഇവിടെ 1 minus 2t ഹോൾ റേസ് ടു മൈനസ് n വന്ന സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, n1 പ്ലസ് n2 എന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ ഫോളോസ് എ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 പ്ലസ് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം.